യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഒരു നല്ല ദിവസം അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുക. ഒപ്പം തന്നെ സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച് ജീവിക്കാൻ തക്ക തരത്തിൽ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു ദിവസമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തോടു കൂടി ആകണം. അപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 139 9 10. മറക്കരുത്, സങ്കീർത്തനം 139 9 10. ആ വചനം ഇപ്രകാരമാണ്: ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് വിരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചുണർത്തും. പ്രൈസ് ദി ലോർഡ്. ആ ചൊന്നോടെയും വചനം വായിക്കുക. ഇച്ചിരി കട്ടിയായ വചനമല്ലേ? ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്ന വചനമാട്ടോ. അപ്പോൾ പ്രിയമുള്ളവർ, നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലി വായിക്കാം കേട്ടോ. അച്ഛൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റുചൊല്ലണം. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് വിരിച്ച സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചുണർത്തും. പ്രിയമുള്ളവർ, വളരെ അർത്ഥവത്താണ്. അതായത് ഇതിന് വ്യാഖ്യാനം ധ്യാനിക്കുമ്പോഴാണ് ഏറെ സന്തോഷമായത്. ഓർക്കരുത്, ദൈവം സർവ്വവ്യാപിയാണ്, സജീവമായി നമ്മെ സഹായിക്കുന്നവനാണ്. ഒരു വ്യക്തി ഏറ്റവും ദൂരെയുള്ള, ഏറ്റവും ഒറ്റപ്പെട്ട, അതിര് കടന്ന് ഒരു വലിയ അകലത്തിലെ സ്ഥലത്തേക്ക് പ്രഭാതത്തിൻ്റെ ചിറകുകൾ അല്ലെങ്കിൽ വിദൂരത്തേക്ക് പോയാലും, അതായത് നമ്മൾ എത്ര അകലം പോയാലും അവിടെ സഞ്ചരിച്ചാലും അവിടെ നമ്മെ ദൈവം നയിക്കും, സംരക്ഷിക്കും, മുറുകെ പിടിക്കും. മറക്കരുത്, സംരക്ഷിക്കും, നയിക്കും, മുറുകെ പിടിക്കും. അർത്ഥത്തിലുള്ളൂ. നമ്മൾ എത്രമാത്രം ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയാലും ദൈവം അവിടെ ഉണ്ട്. സർവ്വവ്യാപിയാണ്. ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നും, അല്ല. എന്നെ കൈ മുറുകെ പിടിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യും, ചേർത്ത് പിടിക്കും. ദൈവത്തിൻ്റെ ആ ഒരു കരം അവിടെ ഉണ്ടെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏത് ഭാഗത്ത് പോയാലും നീ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. നമ്മുടെ കൈ പിടിക്കും, ചേർത്ത് വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുതലുള്ള സാന്നിധ്യം അതാണ്. ദൈവത്തിൻ്റെ കരുതൽ ചേർത്ത് പിടിക്കുന്നു, കൂടെ നിർത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലുള്ള ഒരു സാന്നിധ്യം ഒരാളെ ഇപ്പോൾ സ്ഥലമാണോ ദൂരമാണോ വേർപെടുത്താൻ സാധിക്കില്ല. മറക്കരുത്. അപ്പോൾ അങ്ങ് വിദേശത്തായിരിക്കാം, ലോകത്ത് ഏത് ഭാഗത്തായിരിക്കാം, സ്ഥലമൊന്നും എൻ്റെ കർത്താവ് എന്നെ മുറുകെ പിടിക്കുവാൻ അത് തടസ്സമേ അല്ല. ഏത് പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും അവിടെയും ദൈവം എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു വചനമാണ്. ദൈവത്തിൻ്റെ സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറെന്ന് പറയും. അത് വലിയ ദൈവശാസ്ത്രപരമായിട്ട് കിഴക്കെന്ന് പറയുമ്പോൾ പ്രഭാതമാണ്. പടിഞ്ഞാറെന്ന് പറയുന്ന വിദൂര കടൽ തീരം എന്നൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. തമ്പരം കടലിലല്ല, കരയിലല്ല, വിദൂരത്തല്ല, എവിടെയും എന്നോടൊപ്പം ഉണ്ട്. എന്നെ കൈ പിടിച്ച് അവൻ്റെ വലിയ കരുതൽ എനിക്ക് തരും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അവൻ്റെ സജീവ സാന്നിധ്യമാണ്. പിന്നെ മറ്റൊരു വചനം, അവൻ നിരുപാധിക പിന്തുണ തരും. അതുപോലെ ഇവിടെ പറഞ്ഞ മറ്റൊരു വചനം, വലത് കൈ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സുരക്ഷിതത്വം അവൻ ക്രമപ്പെടുത്തുന്നു എന്നർത്ഥമാക്കുന്നു. പ്രിയമുള്ളവരെ, ധ്യാനിച്ച വചനഭാഗം മറ്റൊന്നുമല്ല, സർവ്വവ്യാപിയായ ദൈവം ഞാൻ എവിടെ പോയാലും, എത്ര ഒരുപക്ഷെ എനിക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയായാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ നിയമങ്ങളെല്ലാം ഈ വാഗ്ദത്ത കൂടാരത്തേക്ക് സമർപ്പിക്കുക.
നിങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗവും ഇത് ആൾത്താരിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറക്കരുത്, സർവ്വവ്യാപിയായ ദൈവം എല്ലായിടത്തും ഉണ്ട്, നിന്റെ കൂടെയുണ്ട്.